ഞാനിപ്പോ പോവാണ്. ഇനി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതെന്റെ ചിറ്റമ്മയുടെ കൂടെ മാത്രമായിരിക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടായിരുന്നോ? അയ്യോ ഇല്ലല്ലോ. ചേട്ടാ, ഈ ഫോട്ടോ കാണുന്ന സ്ത്രീ ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോനെ. എന്താടാ? ചേട്ടാ, അവരാരും കണ്ടിട്ടില്ലെന്നാ പറയണേ. എന്താടാ? കണ്ടിട്ടില്ലെന്ന് എല്ലാവരും പറയുന്നേട്ടോ. നമുക്ക് മറ്റാരോടെങ്കിലും ചോദിക്കാം. ചേച്ചി, ഇവരിവിടെ എങ്ങനെ കണ്ടായിരുന്നോ? ആരാ മോനെ ഇത്? ഇതെന്റെ ചിറ്റയാ. പ്രായമായ ആൾക്കാര് വീട്ടിലുള്ളപ്പോ അവരെ ആരും ശ്രദ്ധിക്കാറുമില്ല, നോക്കാറുമില്ല. എന്നിട്ട് അവസാനം തിരക്കി ഇറങ്ങിക്കോണം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അച്ഛന്റെ അമ്മയുടെ ഒന്നും ശാപം വാങ്ങിക്കല്ലേ മോനെ. ചേട്ടാ, ആരും ചേട്ടാ, ആർക്കും. ചേട്ടാ, എന്തു പറ്റിയേട്ടാ? എന്തിനാ കരയുന്നത്? അതിന് ചേട്ടാ, എന്താ ഈ ഫോട്ടോ കാണുന്ന ആളെ ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ? ഇല്ല, ഇവരെ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ശരിയെന്നാ. എന്താട്ടാ, അവരെന്താ പറഞ്ഞത്? ഇവരാരും കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇവരെ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. ചേട്ടാ, ഇവർക്കും അറിയില്ല. ഇവരെവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ചേട്ടാ, എന്താ? ഇവരെവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവരോട് പോയി ചോദിക്കും. സാർ, സാറേ, എന്തെങ്കിലും ധർമ്മം തരണം സാറേ. സാറേ, സാറേ, ധർമ്മം താ സാറേ. സാറേ, വിശന്നിട്ട് ചോദിക്കുന്നത്, എന്തെങ്കിലും താ സാറേ. ഒന്ന് നന്നേ.
ഈ ഫോട്ടോയിൽ കാണുന്നവരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇവരെവിടെയാ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ. എവിടെയായിരിക്കും? ഇതിലവര് മാലയും വളയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാണല്ലോ ഇരിക്കുന്നത്. ഇവരെ പോലൊരു പാർട്ടി ദേ ഗ്രാമത്തിൽ പിച്ചെടുക്കുന്ന കണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് സത്യമാണോ? എനിക്കെന്താ ഈ ഫോട്ടോ കണ്ടിട്ട് എവരാണെന്നാ തോന്നുന്നത്. ഞാൻ അവരെ കണ്ടപ്പോൾ അവര് ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നും കഴിക്കാനൊന്നും കിട്ടാതെ അവര് പട്ടിണി ആയിരുന്നാ തോന്നുന്നത്. എന്റെ ചിറ്റയ്ക്ക് ഈ ഗതി വരുത്തിയത് ഞാൻ ഒറ്റൊരുത്തം കാരണമാണല്ലോ. വളരെ നന്ദിയുണ്ട് നിങ്ങളോട്. വണ്ടി എടുക്ക, ഒന്ന് വേഗം പോടാ. നമ്മൾ ആ അമ്പലത്തിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലോ, ഈ അമ്പലത്തിൽ കാണുമായിരിക്കും. ആ നോക്കാം ചേട്ടാ. ചേട്ടാ ഒരു മിനിറ്റ്, എന്താ കാര്യം? ഈ ഫോട്ടോ കാണുന്ന ആൾ ഇവിടെ എങ്ങനെ കണ്ടായിരുന്നോ? ഇവിടെ അകത്താരും ഇല്ല. അടുത്തുള്ള അമ്പലത്തിൽ അന്നദാനം നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. അവിടെ പോയി നോക്ക്. ശരി. എന്റെ ഈശ്വര, ചേട്ടാ നീ വണ്ടി കയറ. അതെ, ഞാനൊന്ന് മുമ്പിൽ പോയി വാങ്ങിച്ചോട്ടെ. ഞങ്ങൾക്കാർക്കും വിശക്കുന്നില്ലേ? കുറച്ചൊന്ന് ക്ഷമിക്കുക. എല്ലാരും ക്യൂ നിന്നല്ലേ പോകുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ വന്നാൽ മതി. അവരുടെ ഒരു ക്യൂ മതി. ഒന്ന് പറയൂ ഇദ്ദേഹത്തോട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കണ്ണിനകത്തെല്ലാം ഇരുട്ട് കയറുന്നു. എനിക്കിതാ. സാറേ, കുറച്ചുകൂടി ചോറ് തരുമോ? 4 ദിവസം എന്തെങ്കിലും കഴിച്ചിട്ട്. നിങ്ങൾ ആദ്യം അത് കഴിച്ച് തീർക്ക്. കുറച്ചുകൂടി തരണം സാറേ. കുറച്ചും കൂടി തരുമോ? അതിനെന്താ, എത്ര വേണമെങ്കിലും തരാം. ആദ്യം ഇത് കഴിച്ച് തീർത്തിട്ട് വന്നാൽ മതി. അവിടെ അങ്ങനെ മൂലയ്ക്ക് പോയിരുന്ന് കഴിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് വിളമ്പി കൊടുക്കാൻ നോക്കാം. വെറുതെ നോക്കി ചിറ്റേ, ചിറ്റേ, എന്നോട് ക്ഷമിക്ക് എന്തിനാ ചിറ്റ എന്നെ ഒറ്റക്കാക്കിട്ട് പോയത്? എന്തിനാ ചിറ്റ ഇങ്ങനെ ചെയ്തത്? ഈ ഒരവസ്ഥയിൽ ചിറ്റ ഇങ്ങനെ കാണുന്നതിലും ഭേദം ചിറ്റയ്ക്ക് എന്നെ ഇങ്ങനെ കൊല്ലായിരുന്നില്ലേ? ചിറ്റ, ചിറ്റ, എന്റെ മുന്നിൽ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല മക്കളെ. ഇനി ചുറ്റി ഒന്നും പറയണ്ട, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. വേണ്ട മുരളി പോലെ, വേണ്ട.
ശരിയോ തെറ്റോന്നും അറിയില്ല. ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നും ഒരു തിരിച്ചു പോക്ക് വേണ്ട മോനെ. വേണ്ട, എന്നെ നീ നിർബന്ധിക്കരുത് മുരളി മോനെ. ഞാൻ സമ്മതിക്കില്ല. പട്ടിണിയാണെങ്കിൽ ഇവിടെ നല്ല സമാധാനമുണ്ട്. വല്ലവരും തരുന്നത് കഴിച്ചിട്ട് വിധിയുടെ വിളിക്കായി കാത്തിരിക്കാം. ഇല്ല ചിറ്റേ, ഞാൻ അതിന് സമ്മതിക്കില്ല. ചേച്ചി, മക്കളല്ലേ വന്ന് വിളിക്കുന്നത്, പോയിക്കൂടെ? ചെല്ലെന്നേ. ഞങ്ങളുടെയൊക്കെ മക്കള് ഞങ്ങളെ ഈ പെരുവഴിയിലാക്കിയിട്ട് പോയതാ. ഊരുതണ്ടികളായിട്ട് അമ്പലനടകളിൽ പിച്ച തണ്ടിയാ ഞങ്ങൾ വിശക്കുമ്പോൾ വല്ലതും കഴിക്കുന്നത്. നിങ്ങളെന്തായാലും പുണ്യം ചെയ്തവരാ, അതുകൊണ്ടല്ലേ ഈ 2 മക്കൾ അന്വേഷിച്ചു വന്നത്. വാശി പിടിക്കാതെ അവരുടെ കൂടെ ചെല്ലാൻ നോക്ക്. ചിറ്റേ, കരയരുത് ചിറ്റേ. ഞങ്ങളുടെ കൂടെ വാ ചിറ്റേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല മോനെ. സംശയം ഒരു രോഗമാണ്, അതൊരു സാധാരണ കാര്യമല്ല. നിന്റെ ഭാര്യയ്ക്കത് വന്നു കഴിഞ്ഞു. അവൾ എന്നെ സംശയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എങ്ങനെയാ വീട്ടിൽ തുടർന്ന് ജീവിക്കും? എനിക്കിപ്പോ ആ വീടിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ദേഹത്തോട്ട് എന്തോ ഇഴഞ്ഞു കയറുന്നത് പോലെ തോന്നുക. സമാധാനത്തോടെ ഒന്ന് കഴിക്കാൻ മേല, ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾ എന്നെ നോക്കുന്ന വിധം എന്നെ കത്തി കൊണ്ട് കുത്തി കീറുന്നത് പോലെയുണ്ട്. അവള് പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് ഈ ജന്മം മറക്കാൻ കഴിയുന്ന വാക്കുകളല്ല മുരളി മോനെ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുരളി. നീ എന്നെ വിട്ടേക്ക്. എന്നെ വീണ്ടും അങ്ങോട്ട് വിളിക്കരുത്. ഞാൻ വരില്ല. അതിന് മാത്രം അവൾ എന്താ പറഞ്ഞത് എന്നോട് പറയിച്ചിട്ടേ. അവളെയൊന്നും ഞാൻ ബാക്കി വെക്കില്ല. എന്താ പറഞ്ഞത്? നീ അവളെ കൊന്നിട്ട് ജയിലിൽ പോവാൻ വേണ്ടിയാണോ നിനക്ക് ഞാൻ അവളെ കല്യാണം കഴിച്ചു തന്നത്? നിങ്ങൾക്കിടയിൽ ഒരു കട്ടുറുമ്പായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നത്. നീ പൊയ്ക്കോ മുരളി. ഇനി ഞാൻ അങ്ങോട്ട് വന്ന ഞാൻ അവളുടെ മുമ്പിൽ ചെറുതായി പോകും. എനിക്ക് അവളുടെ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാകും. അതിലും ഭേദം ഞാൻ തൂങ്ങിച്ചാവുന്നതാ മുരളി മോനെ. ദയവ് ചെയ്ത് നീ എന്നെ നിർബന്ധിക്കരുത് മുരളി മോനെ, നിർബന്ധിക്കരുത്. സമ്മതിക്കില്ല. എന്ത് ചെയ്താലും ഞാൻ വരില്ല. നോക്ക്, ഞാൻ പറയുന്ന കേക്ക്. അവളുടെ നോട്ടമല്ല, ഇനി അവളുടെ നിഴല് പോലും ചിറ്റയുടെ മുമ്പിലേക്ക് വരില്ല. അങ്ങനെ ഒരു വാക്ക് ഞാനിപ്പോ ചിറ്റയ്ക്ക് തരിക ചിറ്റേ. എവിടെ നിന്നോ വന്നവൾക്ക് വേണ്ടി ചിറ്റ ഇങ്ങനെ സഹിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ചെയ്യില്ല ചിറ്റേ. എവിടെന്നോ കയറി വന്നവളായാലും നമ്മുടെ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ വയറ്റി ചുമന്നുകൊണ്ട് നടക്കുന്നവളാ ചിറ്റേ. ഇനി എങ്ങനെയൊക്കെ എന്തുണ്ടായാലും ശരി, എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്നെ വളർത്തി വലുതാക്കിയ ചിറ്റ തന്നെയാ. ചിറ്റേ, ചിറ്റ വന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല. ചിറ്റ ദയവായി വീട്ടിലേക്ക് വരണം. മോനെ, എന്റെ ചിറ്റയല്ലേ, പ്ലീസ് ചിറ്റേ. ചിറ്റയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ചിറ്റേ. ചിറ്റേ. ശരി മോനെ, ഞാൻ വരാം. വാ, നമുക്ക് പോകാം. വാ. കാർത്തി, എവിടെയൊക്കെ തെരഞ്ഞു വാ മോനെ, വാ, നമുക്ക് പോകാം. വാ മോനെ. ഇരിക്കമ്മേ. ചേച്ചി,
എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തേ? അമ്മേ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്തതാ അമ്മേ. അതെ ചേച്ചി. അതിനുവേണ്ടി ഇപ്പൊ ചിറ്റയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അതാരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചിത്ര, ചിത്ര, അമ്മേ, എന്തായി കാണിച്ചേ? മുരളീട്ടൻ അമ്മയെ കാണാതെ ഒത്തിരി വിഷമിച്ചു പോയി. ഞാനും അമ്മ ഇനി വരില്ലെന്നോർത്ത് ഒത്തിരി പേടിച്ചു. അമ്മേ, എന്തായി കാണിച്ചേ? മുരളീട്ടൻ അമ്മയെ കാണാതെ ഒത്തിരി വിഷമിച്ചു പോയി. ഞാനും അമ്മ ഇനി വരില്ലെന്നോർത്ത് ഒത്തിരി പേടിച്ചു. ഞാനും മനസ്സോടെയല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഇത്രയും പ്രായമായ സ്ഥിതിക്ക് അമ്പലങ്ങൾ തോറും കയറി നടന്ന് വിധിയുടെ വരവിനായി കാത്തിരിക്കാന്ന് കരുതി. മുരളിമോനും മഹേഷും പക്ഷെ സമ്മതിച്ചില്ല. അവരെന്നെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. എന്റെ 3 മക്കളുടെയും മുഖം കണ്ടപ്പോ പിന്നെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായില്ല മോളെ. ഇനി എനിക്ക് ജീവിതത്തിൽ എന്താ ഉള്ളത്? ഇനി എത്ര കാലം കൂടി ജീവിക്കാൻ പറ്റും? ജീവിതം അവസാനിക്കാറായി എന്ന് തോന്നുക. അവസാനിക്കും മുമ്പ് മുരളിയുടെ കുഞ്ഞിനെ ഒരു നോക്ക് കാണണമെന്നുണ്ട്. എന്നിട്ട് മരിച്ചാലും സാരമില്ല. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എന്റെ ചിറ്റയുടെ മനസ്സ് നീ കണ്ടോ? ഈ സ്വത്ത് സ്വന്തമാക്കാൻ ചിറ്റ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ചിറ്റ ഇവിടുന്ന് പോകില്ലായിരുന്നു. എന്നാ ചിറ്റ ചെയ്തതോ? അവിടെ ഏതൊരു അമ്പലത്തില് അവിടെയുള്ള പിച്ചക്കാരുടെ കൂടിയിരുന്ന് ആ സമയത്ത് ചിറ്റ അനുഭവിച്ച വേദന എന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചിത്രേ. ഞങ്ങൾ ഇത്രയും മക്കളുണ്ടായിട്ടും ചിറ്റയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വെച്ചാ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ചിത്രേ. സ്വത്തിനും പണത്തിനും പ്രാധാന്യം കൊടുക്കുന്നവര് ഇങ്ങനെ ഒരു ത്യാഗത്തിന് ഒരിക്കലും മുതിരില്ല. എന്താ ചിത്രേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നോട് സംസാരിച്ചിട്ടും നിനക്കൊരു മറുപടിയും പറയാനില്ലേ? നീ ചെയ്തതെല്ലാം തെറ്റാണെന്ന് സമ്മതിച്ച് ചിറ്റയുടെ കാല് പിടിച്ച് മാപ്പ് പറയ്. ഞങ്ങൾ ഇത്രയും മക്കളുണ്ടായിട്ടും ചിറ്റയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വെച്ചാ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ചിത്രേ. സ്വത്തിനും പണത്തിനും പ്രാധാന്യം കൊടുക്കുന്നവര് ഇങ്ങനെ ഒരു ത്യാഗത്തിന് ഒരിക്കലും മുതിരില്ല. എന്താ ചിത്രേ, ഞാൻ ഇത്രയും കാര്യങ്ങൾ നിന്നോട് സംസാരിച്ചിട്ടും നിനക്കൊരു മറുപടിയും പറയാനില്ലേ? നീ ചെയ്തതെല്ലാം തെറ്റാണെന്ന് സമ്മതിച്ച് ചിറ്റയുടെ കാല് പിടിച്ച് മാപ്പ് പറയ്. ചിത്രേ, നീ ഇപ്പൊ എന്റെ ചിറ്റയോട് ക്ഷമ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്കതറിയണം. തെറ്റ് ചെയ്ത അമ്മ തന്നെ യാതൊരു കൂസലും ഇല്ലാതിരിക്കുമ്പോ ഞാൻ എന്തിനു വേണ്ടിയാ ഇവരോട് മാപ്പ് ചോദിക്കുന്നത് മുരളേട്ടാ? പോട്ടെ, സാരമില്ല. എന്നാലും ഞാൻ ക്ഷമ ചോദിക്കാം. പക്ഷെ അത് അമ്മയോടല്ല, മുരളിയേട്ടനോട്.
ഇത്രയും നാളും മുരളിയേട്ടൻ കണ്ട ചിറ്റയല്ലേ ഇരിക്കുന്നത്. ഇവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിപ്പോ ഞാൻ തെളിയിക്കാൻ പോവാ. അതിന് ക്ഷമ ചോദിക്കാം. ഇത്രയും നാളും മുരളിയേട്ടൻ കണ്ട ചിറ്റയല്ലേ ഇരിക്കുന്നത്. ഇവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിപ്പോ ഞാൻ തെളിയിക്കാൻ പോവാ. അതിന് ക്ഷമ ചോദിക്കാം. ഇത്രയും നാളും കൂടെ ജീവിച്ചിട്ടും മുരളിയേട്ടന് കാണാൻ പറ്റാത്ത കളവും ചതിയും ഒക്കെ എന്റെ കണ്ണിലല്ലേ ദൈവം കാണിച്ചത്. അതിന് ക്ഷമ ചോദിക്കും. സ്വത്തും പണവും മാത്രമാണ് ഇവർക്ക് വലുത്. ഇന്ന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞവര് നാളെ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. നിങ്ങളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് എന്റെ പേടി. അതിന് ക്ഷമ ചോദിക്കും.